നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നമ്മുടെ മണ്ടേത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേൺ പർപ്പസ് ലെവൽസ് ആണ്. ഏൺ ചെയ്താണ് നമ്മുടെ സ്ട്രാറ്റജി. നിഫ്റ്റി അനാലിസിസ് കിടക്കാം. നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി നമ്മുടെ ഈ ഒരു എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ഓർ 333 കറക്ഷൻ ഓർ ചാനൽ. ഓക്കെ, അങ്ങനെ ഒരു കുറച്ച് നെയിം അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനത്തെ ഒരു ഇതാണ് 333 കറക്ഷൻ മോസ്റ്റ്ലി എന്ന് പറഞ്ഞായിരുന്നു. സോ അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, 333 കറക്ഷൻ ജെന്വൻ 333 കറക്ഷൻ ആണെങ്കിൽ അത് എന്തായിരിക്കും? എക്സാക്ട്ലി ബ്രേക്ക് ഔട്ട് ആൻഡ് റെഗുലർലി അപ്പ് മൂവ് തരും. ഓക്കെ, അതാണ് ജെന്വൻലി 333 കറക്ഷൻ. സോ അത് ഇപ്പോൾ ഇത് കാണുന്നില്ല. ഓക്കെ, പ്രൈസ് പോയി വീണ്ടും ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തോന്നി റിജക്ഷൻ എടുത്ത് വീണ്ടും താഴേക്ക് വരികയാണ്. ബട്ട് യെസ്, ഈ ഒരു ചാനലാണെങ്കിൽ ആ ഒരു ചാനലിൽ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് പ്രൈസ്. ദാറ്റ് മീൻസ് എവിടെയും ഒരു ഇതിൻ്റെ ബുള്ളിഷ്നെസ്സിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, സോ ഇനി ഈ ചാനൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി പ്രൈസ് യെസ് സെക്കൻഡ് വേവ് ഇത് ഫുൾ ഓവറോൾ ആ സ്ട്രക്ചർ നമ്മൾ ബിഗർ ടൈം ഫ്രെയിമിൽ നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രം ഹിയർ ഈ ബോട്ടം ടു ഇത് ഫസ്റ്റ് വേവ് ആണ്. ഇത് സെക്കൻഡ് വേവ് ആണ്. തേർഡിലേക്ക് എൻറ്റേർഡ് ആവാനുള്ള ഒരു ട്രൈ ആണ്. ഓക്കെ, ഇത് ഫുൾ ഫസ്റ്റ് വേവ്, സെക്കൻഡ് ആൻഡ് തേർഡിലേക്ക് എൻറ്റേർഡ് ആവാനുള്ള ഒരു ട്രൈയിലേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. സോ ഇനി നമുക്ക് തേർഡ് വേവിൻ്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ തേർഡ് വേവിൻ്റെ നമ്മൾ ഈ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്ട്രക്ചർ 1, 2, 3, 4 and 5 ഇവിടെ 5 തീർന്നിട്ടുണ്ട്. റീസൺ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാർക്കറ്റിൽ ഫിഫ്ത്ത് വേവ് കഴിയുമ്പോൾ ഒരു ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യും. മാർക്കറ്റ് മസ്റ്റാണ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യാൻ, എന്നിട്ടേ മാർക്കറ്റ് ഫോൾ ചെയ്യുള്ളൂ. യെസ്, ഞാൻ 2-3 ദിവസം ആക്റ്റീവ് ഉണ്ടായിരുന്നില്ല, സുഖം ഉണ്ടായിരുന്നില്ല, ഫീവർ ആയിരുന്നു ഇത്തിരി കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ ആക്റ്റീവ് ഉണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് കൂടിയായിരുന്നു പനി, അതുകൊണ്ടാണ് കേട്ടോ. സോ ഇപ്പോൾ ഞാൻ ആക്റ്റീവ് മോസ്റ്റ്ലി ഞാൻ ട്രൈ ചെയ്യാറുണ്ട് റെഗുലർ വീഡിയോ ഷെയർ ചെയ്യാനും, അല്ലെങ്കിൽ റീൽസ് ഇൻ കേസ് ബിസി ആണെങ്കിൽ റീൽസ് ഷെയർ ചെയ്യും. ബട്ട് ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ടാണ് കേട്ടോ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ബട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സപ്പോർട്ട് ചെയ്താൽ എനിക്ക് റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സപ്പോർട്ട് ചെയ്താൽ എൻ്റെ ഇൻട്രസ്റ്റ് കൂടും, കുറച്ചുകൂടി എനർജി എനിക്ക് കിട്ടും. ഓക്കെ, സോ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫിഫ്ത്ത് വേവ്, ഇതൊക്കെ ശരിക്കും ബേസിക്കാണ്. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ആവശ്യം ശരിക്കും നിങ്ങൾക്ക് ഇല്ല, അത്രയ്ക്ക് ക്ലാരിറ്റി ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, അത്രയും ക്ലാരിറ്റി ശരിക്കും ഞാൻ തന്നിട്ടുണ്ട്. യെസ്, ഇൻറ്റേർണൽ മൂവ്സ് അത് ക്യാപ്ചർ ചെയ്യാൻ പാടായിരിക്കും, ബട്ട് യെസ് ഇതൊക്കെ സൈൻ നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പ് മൂവിനി ലിമിറ്റഡ് ആണ്. സോ ഇതാണ് എൻ്റെ പാറ്റേൺ എന്നുണ്ടായിരുന്നു. ഫിഫ്ത്ത് വേവിൽ ഇത് ഫോം ആവുള്ളൂ. തേർഡ് വേവിൻ്റെ ഹൈ, ഓക്കെ, ദെൻ ഫോർത്തിൻ്റെ ഫോൾ, ആൻഡ് ദെൻ ഇത് ഫിഫ്ത്ത് മുകളിൽ ടച്ചായി. ഓക്കെ, സോ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയഗണൽ പാറ്റേൺ ഫോമായി, എൻഡിങ് ഡയഗണൽ പാറ്റേൺ ആണ് ഇതിനെ പറയുന്നത്. എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോമായി, ആൻഡ് ദെൻ ബ്രേക്ക് ഡൗൺ ആയ ഫിഫ്ത്ത് മൂവിയുടെ ഹൈ ഈസ് എക്സാക്ട്ലി, ഞാനും ഷോക്ക്ഡാണ്. എക്സാക്ട്ലി ശരിക്കും ഈ ഒരു ഹൈ ഇവിടെ ടച്ച് ചെയ്യേണ്ടതാണ്. ഇവിടെ ഈ ബ്ലാക്ക് ലൈനിൻ്റെ മുകളിൽ ഇവിടെ ടച്ച് ചെയ്യുന്നത്, ടച്ച് ചെയ്തിട്ടില്ല. എനിവേ, ബട്ട് യെസ് ഈ ഒരു ഹൈഡ് അബവ് പോയിട്ടുണ്ടായിരുന്നു, ഇത് കണ്ടോ. സോ അവിടുന്ന് റിജക്ഷൻ എടുത്തിട്ട് പ്രൈസ് താഴേക്ക് വന്നു, ആൻഡ് ഇതിൻ്റെ പ്രോപ്പർലി ബ്രേക്ക് ഡൗൺ തന്നു. ഈ ഒരു എൻഡിങ് പാറ്റേൺ പ്രോപ്പർലി ബ്രേക്ക്, ദാറ്റ് മീൻസ് സൈനാണ് ബിയറിഷ്നെസ്സിൻ്റെ. സോ അതാണ് ഇപ്പോൾ പ്രൈസ്. സോ പ്രൈസ് തേർഡ് വേവിൻ്റെ ഫുൾ ഈ ഒരു തേർഡ് വേവ് ഉണ്ടായിരുന്നു നമ്മൾ ഓവറോൾ 1 hour ടൈമിൽ. തേർഡ് വേവിൻ്റെ 1, 2, 3, 4, 5, ദാറ്റ് മീൻസ് ഈ ഒരു മേജർ 1 മൂവ് കഴിഞ്ഞ് ആൻഡ് സെക്കൻഡ് ഫോളിലേക്ക് ഓൺ ഗോയിങ് ആണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇപ്പോൾ. ഓക്കെ, ഇനി ഫെർദർ ഫോൾ ഇതിൻ്റെ ബിലോ ആയിരിക്കുള്ളൂ. ഓക്കെ, ഇനിയാണ് ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസ്. ഏത് ഗ്യാപ്പ്? ഈ ഒരു ഗ്യാപ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് ലാസ്റ്റ് വീക്ക് നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലാസ്റ്റായിട്ട് കാണണം. ഈ ഗ്യാപ്പ് തേർഡ് വേവിൻ്റെ ഗ്യാപ്പാണ്. ഈ ഒരു ഗ്യാപ്പ് തേർഡ് വേവിൻ്റെ ഗ്യാപ്പാണ്. അത് റൂളാണ്. അത് തേർഡ് വേവിൻ്റെ ഗ്യാപ്പ് ആണെങ്കിൽ അത് ഡിഗ്രി ഫോൾ മാത്രം. ദാറ്റ് മീൻസ് മെയിൻ 5 മൂവ്സ് കഴിഞ്ഞാൽ ആ ഫോൾ ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പവർ ഇല്ല, അല്ലെങ്കിൽ വേറെ ഒരു സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ആ പവർ ഇല്ല ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ളത്. ഇത് നോട്ട് ചെയ്യാനുള്ള ഒരു
മേജർ പോയിൻ്റാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് ബിഗർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. 1 hour ടൈം ഫ്രെയിം, ഡെയിലി ടൈം ഫ്രെയിമിൽ, വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിങ്ങൾ കുറച്ച് ദാറ്റ് മീൻസ് ഇൻറ്റേർണൽ മൂവ്സിന് ഇത് പവർ ഉണ്ടാവില്ല ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ളത്. സോ ദാറ്റ് മീൻസ് 5 വേവ്സ് മൂവ് കംപ്ലീറ്റായി എൻഡിങ് പാറ്റേൺ, അതിൻ്റെ ബ്രേക്ക് ഡൗൺ, ഇനി വരുന്ന ഫോളിന് പവർ ഉള്ളൂ ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഗ്യാപ്പ് അപ്പായി ദെൻ താഴേക്ക് വരുമ്പോൾ സപ്പോർട്ട് എടുത്ത് കയറാൻ തന്നെ ചാൻസസ് ഉള്ളൂ പ്രൈസ്. ഓക്കെ, ഇതാണ് ഇല്ലിയറ്റ് വേവ് തിയറി. ഇല്ലിയറ്റ് വേവിൻ്റെ പവർ മനസ്സിലാക്കിയെടുക്കുക എല്ലാവരും കൂടി. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫ്രം ഈ ഒരു ബോട്ടം ടു ഇപ്പോൾ അടിച്ച ടോപ്പ്. നമ്മളിങ്ങനെ ഫിബൊനാച്ചി യൂസ് ചെയ്യുക. ആൻഡ് ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളതാണ് പ്രൈസ്. ഈ പ്രൈസ് പറയുന്നത് ABC സ്ട്രക്ചറിലേക്ക്, സോ എയിലേക്ക് വരുന്നു, പിന്നെ സപ്പോർട്ട് ബൗൺസ് വരും ബിയുടെ, പിന്നെ സിയുടെ ഫോൾ വരികയുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കാനുള്ളതാണ്. സോ ഇനി ഫർദർ ഫോൾ നമ്മുടെ ഈ ഒരു ലെവൽ. ഓക്കെ, ദാറ്റ് മീൻസ് ആ ലെവലാണ് 24,845. സോറി, എക്സാക്ട്ലി വെക്കണം. ഇൻ കേസ് ഞാൻ ചില സമയത്ത് മാറിക്കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, ഞാൻ ചിലപ്പോൾ തിരക്കിൽ അങ്ങനെയാണെങ്കിൽ, സോ നമ്മൾ എക്സാക്ട്ലി പ്രോപ്പർ വെക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ, കുറച്ചുകൂടി ക്ലിയർ പോയിൻറ്റ്സും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതാണ് ആ ഒരു ലെവൽ. ഓക്കെ, 24,843 or 40. ഓക്കെ, സോ അത് സപ്പോർട്ടാണ്. ഇത് ബ്രേക്ക് ഡൗൺ, ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ മൺഡേ ആണെങ്കിൽ മാത്രമേ ഫർദർ ഡൗൺ സൈഡ് ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് പ്രൈസ് കയറാനുള്ള ചാൻസസ് ഉണ്ടാവും, ബൗൺസ് തരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, ബൗൺസ് ആൻഡ് ദെൻ പിന്നീട് ഫർദർ ഫോൾ. ഓക്കെ, ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഇതിൻ്റെ ബില്ലും ആണെങ്കിൽ നമ്മൾ ലെവൽസ് ഏതൊക്കെയാണ് 50% നമ്മൾ നോക്കുകയാണെങ്കിൽ, സോ 50% ലെവൽ ഇതാണ്. ഓക്കെ, അത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ 61.80% ആൻഡ് ദെൻ പിന്നെ 81.20% പോകുള്ളൂ. പക്ഷേ ഐ തിങ്ക് ഇത്ര വരെ ഡീപ്പ് പോകേണ്ട ചാൻസസ് കുറവാണ്. 61.80% വരെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. മാക്സ് ടു മാക്സ് മാത്രമേ 81.80%. ഓക്കെ, സോ ഇനി ഇൻ കേസ് മൺഡേ ഗ്യാപ്പ് അപ്പ് ഓർ ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്തെങ്കിലും ആണെങ്കിൽ, സോ ഇൻ കേസ് മൺഡേ ഗ്യാപ്പ് അപ്പ് ഓർ ഫ്ലാറ്റ്, സോ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ്. ഓക്കെ, ബട്ട് യെസ്, ഞാൻ ബൗൺസ് ഇൻ കേസ് ഈ ലോ ആണെങ്കിൽ, സോ പ്രൈസിൻ്റെ റിജക്ഷൻ സോൺ വരുന്നത് ഏതാണ്? 5,040 ആൻഡ് 25,100. ഈ രണ്ട് ഏരിയ നമുക്ക് നല്ല റിജക്ഷൻ സോണാണ്. ഇതിൻ്റെ അബവ് മാത്രമേ ബുളിഷ് ആവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ബുളിഷ് ആവേണ്ട ആവശ്യമില്ല. റീസൺ ഞാൻ പറഞ്ഞല്ലോ, എ ആൻഡ് ബിയുടെ ബൗൺസ്, ദാറ്റ് മീൻസ് ഇത് എയുടെ ഫോൾ ആണെങ്കിൽ ബിയുടെ ബൗൺസ് വരും. ബിയുടെ ബൗൺസ് വീണ്ടും ബൗൺസ് വന്നിട്ട് റിജക്ഷൻ എടുത്ത് പിന്നെ സിയുടെ ഫോൾ തന്നെ വരുള്ളൂ. 1 2 3 4 5 കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഒരു വേവ് 1 ആയി, ആൻഡ് വേവ് 2 എപ്പോഴും ABC 1 2 3 ABC ഫോളിലേക്ക് വരാവുള്ളൂ. ഓക്കെ, ഫുൾ വീഡിയോസ് എൻ്റെ ചാനലിൽ ഉണ്ട്. ലേണിംഗ് വീഡിയോസ് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. ഇതിൻ്റെ വീഡിയോസ്, കറക്ഷൻ വീഡിയോസ് ഉണ്ട്, 1 2 3 വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഡീപ്ലി അത് കുറച്ചുകൂടി പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ നിഫ്റ്റിയിൽ എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് വേഗം ബാങ്ക് നിഫ്റ്റി ലെസസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല. യെസ്, ഈ ഒരു ലെവൽസൊക്കെ ഞാൻ തരാം. അതിൻ്റെ അബവ് മാത്രമേ ഫർദർ സപ്പോർട്ട് ലെവൽസ് രണ്ടുണ്ട്. റെസിസ്റ്റൻസ് ലെവൽ ബാങ്ക് നിഫ്റ്റിയുടെ, യെസ് ഇതാണ് റെസിസ്റ്റൻസ്. ഓക്കെ, ദെൻ ഫർദർ റെസിസ്റ്റൻസ് വരുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഇതും, ആൻഡ് ദെൻ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ് ബാങ്ക് നിഫ്റ്റിയിൽ കൂടുതൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ബാങ്ക് നിഫ്റ്റി ബിഗർ ടൈം ഫ്രെയിമിലാണ് നമുക്ക് റീഡ് ചെയ്യാനുള്ളത്. സ്മോൾ ടൈം ഫ്രെയിമിൽ റീഡ് ചെയ്താൽ അത് ഐ തിങ്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ ട്രെൻഡ് ലൈൻ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഐ തിങ്ക് ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്തത് ഈ ഒരു ട്രയാങ്കിളാണ്, സോറി ഈ ഒരു പാറ്റേണാണ്. ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് നിഫ്റ്റി. ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിൻ്റെ ബിലോ ക്ലോസിങ് വരാൻ തുടങ്ങിയാൽ മാത്രമേ നമ്മൾ ബിയറിഷ് ആവുള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ബിയറിഷ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ മോസ്റ്റ്ലി ചാൻസസ് ബാങ്ക് നിഫ്റ്റി ഇവിടെ ബൗൺസ് വരേണ്ടതാണ്. ഓക്കെ, ഇത്രയുള്ള ബാങ്ക് നിഫ്റ്റി. സെൻസെക്സിലേക്ക് പോകാം. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോഴാണ് കുറച്ചുകൂടി മോട്ടിവേഷൻ എനിക്ക് മോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടുള്ളൂ. കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ചെയ്യാനുണ്ടാവും റീൽസ് വീഡിയോസ് ഉണ്ടാക്കാനും. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഈ സപ്പോർട്ടാണ് നമ്മുടെ സെൻസെക്സ് ആണ്. ഇതിൻ്റെ ബ്രേക്ക് ഐ തിങ്ക് ആയിട്ടില്ല. യെസ്, അതന്നെ ഇത് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇത്. സോ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ഒന്നും ആയിട്ടില്ല, സ്റ്റിൽ ഇതിനകത്തുണ്ട്.
ഓക്കെ, ആ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ്റെ അബവ് പോയാൽ മാത്രമേ ബുള്ളിഷ്നെസ് സ്റ്റാർട്ട് ആവുള്ളൂ. നിഫ്റ്റി തന്നിട്ടുണ്ട് അത്, സെൻസെക്സ് ഇതുവരെ അതൊന്നും തന്നിട്ടില്ല നമുക്ക്. ഓക്കെ, സോ ഇതിൻ്റെ മൂവ്സ് 1 2 3 4 1 2 3 4 and 5 years എക്സാക്ട്ലി അത് തന്നെയാണ്. സോ ഇതിൻ്റെ ഫർദർ ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഫ്രം ഹിയർ ഈ ലോ ടു ലേറ്റസ്റ്റ് ഹൈ ആൻഡ് ഇതിൻ്റെ എക്സാക്ട് ലെവൽസ് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഈ ലോ ആൻഡ് ദെൻ 50% 61.80%, 50% ഇതാണ്, 61.80% ഒക്കെ ഇങ്ങനെ അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ആ ലെവൽസൊക്കെ എല്ലാം. സോ സെൻസെക്സിൻ്റെ ആ സോൺ നോക്കാനാണെങ്കിൽ ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇത് ആൾമോസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും വരുമായിരിക്കും. 82,000 നിയർ ആയിരിക്കും ആ ഒരു സോൺ. ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന സോണായിരിക്കും അത്. ഓക്കെ, നിഫ്റ്റിയിൽ ഞാൻ ഷെയർ ചെയ്ത ആ ഒരു സോണാണ് അത്. നിഫ്റ്റിയിൽ എക്സാക്ട്ലി അതുപോലെ തന്നെ ഇതിനകത്തും വരും. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക മറക്കണ്ട പ്ലീസ്. യെസ്, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ചെയ്യാൻ ഐ തിങ്ക് അന്ന് ഞാൻ ഈ ഒരു എക്സ്പാൻഡ് ടാഗ് ഷെയർ ചെയ്തായിരുന്നു. പെർഫെക്റ്റ്ലി ആണല്ലോ അത്, എക്സാക്ട്ലി കണ്ട നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ടിൻ്റെ. സോ സൂപ്പറായിട്ട് പോകുന്നുണ്ട്. 1 2 3 4 and 5 വെരി ഗുഡ്. സോ ഇനി നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 6 ബുള്ളിഷ്നെസ് ആണ് അതിനകത്ത് സ്റ്റിൽ. സോ വീക്ക്നെസ് ഇതിൻ്റെ ബിലോ. ഓക്കെ, ആൻഡ് സപ്പോർട്ട് നെക്സ്റ്റ് ഇതാണ്. ഓക്കെ, ആൻഡ് ദെൻ പിന്നെ റെസിസ്റ്റൻസ് ആണ് ഇനി നോക്കാനുള്ളത്. ഇതാണ് റെസിസ്റ്റൻസ് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ടിൻ്റെ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഈ ഒരു ചാനലിൻ്റെ ബ്രേക്ക് ഔട്ട് ആയിരുന്നു കേട്ടോ. അതാണ് അത് ഇങ്ങനെ ബുള്ളിഷ്നെസ് സ്റ്റാർട്ടായിരുന്നു. 1 2 3 4 5 6 എക്സ്പെൻഡിങ് ബുള്ളിഷ്നെസ് തന്നെയാണ്, നോക്കാനില്ല. ബട്ട് യെസ്, റീട്രേസ്മെൻറ്റ് തരും. ആ റീട്രേസ്മെൻറ്റിൽ എല്ലാവരും കൂടി നിൽക്കുക. ദാറ്റ് മീൻസ് ഇത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ബുള്ളിഷ്നെസ് സ്റ്റാർട്ടായിട്ടുള്ളൂ അതിനകത്ത്. യെസ്, അത് തന്നെ സ്റ്റാർട്ടായിട്ടുള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഡിപ്പിൽ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് സ്റ്റോക്സാണ് കുറച്ച് ബെറ്റർ പെർഫോം ചെയ്യും. സോ എല്ലാവരും കൂടി അതിലേക്ക് കുറച്ച് ശ്രദ്ധിക്കുക. ആഡ് ചെയ്യുക സ്റ്റോക്സ്, നല്ല സ്റ്റോക്സ് നോക്കി നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റാണ് കുറച്ച് ബെറ്റർ, ഹെൽത്തി റിട്ടേൺസ് അതിനകത്ത് തന്നെ കിട്ടുള്ളൂ. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.